മാഡം ഒരു ഫോണുണ്ട്. 1 minute. ആരാ? അത് പുറത്തുനിന്ന് അടച്ചു. അതെ, നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സിന്ധു എന്ന പെൺകുട്ടിയുടെ ചാരിത്രശുദ്ധിയെ കുറിച്ച് അറിയണമെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലറിൽ വന്നാൽ മതിയാവും. നിങ്ങളാരാ? യുവർ വെൽ വിഷർ. ഓക്കെ, ബൈ. ഹലോ ഹലോ. ഇതാ 500 രൂപ. സാധാരണ ഞാൻ 100 രൂപ കൊടുക്കാറുള്ളൂ. ആ, നീ വലിയ വീട്ടിലെ പെണ്ണല്ലേ? എന്റെ വിവാഹം മുടങ്ങി. എല്ലാവരും എന്നെ വെറുത്തു, പരിഹസിച്ചു. എന്റെ ജീവിതം, ഭാവി എല്ലാം നശിച്ചു. എനിക്ക് വേണമെങ്കിൽ എല്ലാം നിമിഷങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. അല്ലെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഒന്നും സംഭവിക്കാത്തതുപോലെ ഏതെങ്കിലും ചെറുപ്പക്കാരന്റെ ഭാര്യയെ ജീവിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ആവശ്യം എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ്. മോളെ, നീ എന്തൊക്കെ പറഞ്ഞാലും അവനോടൊത്തുള്ള ജീവിതം വേണ്ട മോളെ. ഒരിക്കലും അത് ശാശ്വതമാവില്ല. ചെറുപ്പം കൊണ്ട് തോന്നുന്ന വാശിയാ ഇതൊക്കെ. കഴിഞ്ഞതെല്ലാം നീ മറക്കണം. ചേച്ചിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു? 20 വർഷം മുമ്പ് ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയ ചേച്ചിയുടെ ഭർത്താവ് ഇന്ന് വരും നാളെ വരും എന്ന പ്രതീക്ഷയിലല്ലേ ചേച്ചി കാത്തിരിക്കുന്നത്? എന്തുകൊണ്ട് ചേച്ചിക്ക് അയാളെ വെറുക്കാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. എത്ര തെമ്മാടിയായാലും കൊള്ളരുതാത്തവനായാലും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ അയാളാണ്. അത് ഞാൻ തെളിയിക്കും. സത്യം പറഞ്ഞോണം. എന്തിനാണ് ഈ കുഞ്ഞിനെ കുപ്പത്തടി കൊണ്ടിട്ടത്? ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. കണ്ടടത്തൊക്കെ മേഞ്ഞു നടത്തപ്പം വയറ്റിലുണ്ടാവും ഓർത്തില്ലേ നീ? വളർത്താൻ നിവൃത്തിയില്ലെന്ന്. എടീ, നിന്റെയൊക്കെ വയറ് കുറുക്കാതിരിക്കാൻ വേണ്ടിയാ സർക്കാർ ചീപ്പ് റേറ്റിൽ ഓരോ സാധനങ്ങളും മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്നത്. അതറിയില്ലേ നിനക്ക്? ഒരു പെണ്ണിനോട് പറയാൻ കൊള്ളാവുന്ന വർത്താനാണ് നീ പറയുന്നത്. എണ്ണം കൊണ്ട് പറയുന്ന ആസനിക്ക. തന്തയും തള്ളയും ആരെന്നറിയാതെ തെരുവിന്റെ സന്തതിയായി വളർന്നതിന്റെ വേദന നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. വിശന്ന് കരഞ്ഞപ്പോഴൊക്കെ ഒരു പറ്റ് കഞ്ഞിയോ ഒരിറ്റ് സ്നേഹം തരാനോ എനിക്കാരും ഉണ്ടായില്ല. തെരുവ് തണ്ടി തന്തയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ്
ഒരു പട്ടിയെ പോലെ എന്നെ ആട്ടി ഓടിക്കുകയായിരുന്നു. ഒരമ്മയുടെ ചൂട് തട്ടി വളരാണ്ട ഈ കുഞ്ഞിനെ ഈ കുപ്പത്തൊട്ടിലിടാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നേ? പുല്ലേ കൊണ്ടുപോടി. ഇനി വേറെ എവിടെങ്കിലും കൊണ്ടുപോയി കുഞ്ഞിനെ കളഞ്ഞെന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നുകളയുന്ന ഞാൻ. പെണ്ണെന്ന് പറഞ്ഞാ പിഴയാണടി, ഒറ്റ എണ്ണമില്ല നല്ലത്. പോ. നിൽക്ക്, പോകാൻ വരട്ടെ. ഒരു പെണ്ണ് ചീത്തയാണെന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാന്ന് പറയരുത്. ഓ, ഒരു ശീലാവധി വന്നിരിക്കുന്നു. നീ ആരാടി ഇതിടപെടാൻ? വന്ന അന്ന് മുതൽ നീ എനിക്ക് ഇളക്കാൻ തുടങ്ങിയതാ, പിഴച്ച വർഗം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യടി പുല്ലേ? ഒരു ചാരിത്രവതി വന്നിരിക്കുന്നു. എന്താ സംശയം? നിന്റെ ചാരിത്രം എന്താന്ന് എനിക്കറിയാം. അതെന്നെ കൊണ്ടിവിടെ പറയിപ്പിക്കരുത്. എന്ത് പറയാൻ? നിന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ലേഡി. ഈ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി പറയാമോ? ഒന്നല്ല 100 വട്ടം പറയാം. നീ എന്റെ കൂടെ കിടന്നിട്ടുള്ളവളാണ്. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? മതി, അത് കേട്ടാ മാത്രം മതി എനിക്ക്. ആ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. കാശിനു വേണ്ടി എന്റെ മാനം നശിപ്പിച്ചിട്ട് ഇപ്പൊ നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ പിഴയാണെന്ന് വിളിച്ചു കൂവുന്നു. നിൽക്കൂ, ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോണം. നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയും ഈ സ്ത്രീയും ചെയ്തതുപോലെ പ്രസവിച്ച ഉടനെ ഞാനും കുഞ്ഞിനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയണോ? ആ കുഞ്ഞ് നിങ്ങളെ പോലെ തന്തയില്ലാത്തവനായി വളരണോ? എടീ, നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ആ പടി ചവിട്ടി പോരും. മാനവും മര്യാദയ്ക്കും ജീവിക്കുന്നോളാം ഞാൻ. ചേച്ചി, ആരാ നിന്നെ പഴപ്പിച്ചെന്ന് വെച്ചാ അവന്റെ കൂടെ പോയി കൊടുത്തോ. മാനങ്ങോട്ട്. അച്ചുട്ടേ, ഞാൻ ഈ കേട്ടതൊക്കെ നേരാ. പറയണോ? ഒരു വീഡിയോ. ഓളെ കണ്ണീര് വീണാൽ എന്നോട് പടച്ചോൻ പോലും പൊറുക്കൂല. യോളെ വിളിച്ച് കുടിക്കേറ്റ്. ഞാൻ വിളിക്കട്ടെ? എന്താ എല്ലാരും നോക്കി നിൽക്കണേ? കാഴ്ച കണ്ട് മതിയായില്ലേ? പോയി കിടന്നുറങ്ങാൻ നോക്ക്. പെങ്ങളെ വാ. ഉസ്താദേ, 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 ഉസ്താദേ. ആ ഉസ്താദ് എവിടെ? എന്നോടാണോ ചോദിക്കുന്നത്? രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. എവിടെ പോയതാ? കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം? ഇന്ന് ആരുടെ കയ്യും കാലം വെട്ടാനാ കരാറ്? ഈ വെട്ടും കുത്തുമായിട്ട് എത്ര കാലം ജീവിക്കാമെന്ന നിങ്ങളുടെയൊക്കെ വിചാരം? എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും, അത് മറക്കണ്ട. എന്റെ പെങ്ങളെ, ഞാൻ അതിനൊന്നും വന്നല്ല. എന്റെ ബാഗ് എടുക്കാൻ വന്നാ. ഞാൻ ഇവിടുന്ന് താമസം മാറാ. പോട്ടെ. അവിടെ നിക്കേ. നീ എങ്ങോട്ടാ ബാഗ് എടുത്തോണ്ട്? നമ്മുടെ ഗോപാലേട്ടന്റെ കടയുടെ മുകളിൽ ഒരു മുറി ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറാൻ പോവാ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഇതകത്തോണ്ട് വയ്ക്ക്. ഉസ്താദെ, അത് ശരിയാവില്ല. നീ ആരെ പേടിച്ചിട്ടാളാ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇത് എന്റെ വീടാണ്. ഇവിടെ ആര് താമസിക്കണം, ആര് താമസിക്കാതിരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. മനസ്സിലായോ?
ആരും പേടിച്ചിട്ടല്ല. ഇനി ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ല. പെങ്ങളെ, ഞാൻ പോട്ടെ.